ഡിയർ സ്റ്റുഡൻസ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഡെറിവേറ്റീവ്സ് എന്ന ടോപ്പിക്. നമ്മൾ ലിമിറ്റ്സ് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ലിമിറ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ടോപ്പിക്കിലേക്ക് വരാവൂ. അപ്പോൾ നമുക്ക് എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു നമ്മൾ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ നമുക്ക് y എന്ന് വിളിക്കാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ അവിടെ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഇനി അതിനകത്ത് എക്സിൻ്റെ ആ ഫംഗ്ഷനൊരു ഡൊമൈൻ ഉണ്ടാവും അല്ലേ. ആ ഡൊമൈനിൽ എക്സ് എന്ന് പറയുന്ന ഒരു എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, അത് എഫ് ഓഫ് എക്സിൻ്റെ ഡൊമൈനിലാണ്. നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി എനോട് ചെറിയൊരു വാല്യൂ എച്ച് എന്ന് പറയുന്ന ചെറിയൊരു വാല്യൂ കൂട്ടിയിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് എ പ്ലസ് എച്ച് എന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ എ പ്ലസ് എച്ചിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു എ ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കും? എഫ് ഓഫ് എ ആയിരിക്കും ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് വൈയുടെ വാല്യൂ. ഇനി എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ആകുമ്പോഴോ എഫ് ഓഫ് എ പ്ലസ് എച്ച് ആയിരിക്കും ഫംഗ്ഷൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ. അപ്പോൾ വൈയുടെ വാല്യൂ തീർച്ചയായിട്ടും എഫ് ഓഫ് എ എന്നുള്ളതിൽ നിന്ന് എഫ് ഓഫ് എ പ്ലസ് എച്ചിലേക്ക് ചേഞ്ച് ചെയ്യും. അതായത് എക്സ് എയിൽ നിന്ന് എ പ്ലസ് എച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എയിൽ നിന്നും എഫ് ഓഫ് എ പ്ലസ് എച്ചിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പം വൈയിലുണ്ടാകുന്ന ചേഞ്ച് എന്താണ്? ഫംഗ്ഷനിലുണ്ടാകുന്ന ചേഞ്ചിനെ നമുക്ക് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ എന്ന് വിളിക്കാം. ഇനി എക്സിൻ്റെ വാല്യൂ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? എയിൽ നിന്ന് എ പ്ലസ് എച്ചിലേക്കല്ലേ പോയത്. അപ്പോൾ എ പ്ലസ് എച്ച് മൈനസ് എ എന്തായിരിക്കും? എച്ച് ആയിരിക്കും. അപ്പോൾ ഈ റേഷ്യോ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് വൈയിൽ വരുന്ന ചേഞ്ച് ബൈ എക്സിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ ഇതിനെ ഈ ഒരു റേഷ്യോൻ്റെ ലിമിറ്റിംഗ് കേസാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റേഷ്യോ എക്സും എയും എ പ്ലസ് എച്ചും തമ്മിലുള്ള ആ ഗ്യാപ്പ് നമ്മൾ പരമാവധി കുറച്ചാൽ ഈ ഒരു റേഷ്യോനെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയാം. കാരണം ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതെന്താണ്? ആ റേഷ്യോനെ എച്ച് വളരെ ചെറുതായിട്ട് എടുത്താൽ ആ റേഷ്യോനെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയും. അതായത് അത് ആ വാല്യൂവിനെ നമുക്കിങ്ങനെ എഴുതാം. അതായത് എച്ച് പരമാവധി ചെറുതാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ആ ഗ്യാപ്പ് പരമാവധി കുറക്കുക. എക്സും അതിൻ്റെ ഇൻക്രിമെൻറ്റ് കിട്ടിയ വാല്യൂ, അതായത് എക്സ് ഈക്വൽ ടു എയും എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ചും തമ്മിലുള്ള ആ ഗ്യാപ്പ് വളരെ ചെറുതാക്കിയിട്ട് എടുത്താൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ. എച്ച് എന്ന് പറയുന്നത് ആ ഇൻക്രിമെൻ്റാണ്. അത് വളരെ ചെറുതാക്കിയിട്ട് പൂജ്യത്തിനടുത്തോട്ടാക്കിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു റേഷ്യോ, അതായത് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്ന് പറയുന്ന റേഷ്യോ എങ്ങോട്ടേക്ക് പോകുന്നു? ആ വാല്യൂവിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. അതായത് എഫ് ഡാഷ് എ എന്ന് പറയും. അപ്പോൾ ഈ ലിമിറ്റിംഗ് കേസിനെയാണ് നമ്മൾ എഫ് ഡാഷ് എ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വൈയിൽ വരുന്ന ചേഞ്ച് ബൈ എക്സിൽ വരുന്ന ചേഞ്ചാണ്. അപ്പോൾ വൈയിൽ വരുന്ന ചേഞ്ച് ബൈ എക്സിൽ വരുന്ന ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ആ റേഷ്യോ നമുക്ക് ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഈ ഡെറിവേറ്റീവ് അറ്റ് എ പോയിൻ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. അപ്പോൾ എയിലുള്ള ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എയിലുള്ള വാല്യൂ തൊട്ടടുത്തുള്ളൊരു ചെറിയ വാല്യൂ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂയുടെ ചേഞ്ചും എക്സിലുള്ള ചേഞ്ചും തമ്മിലുള്ള റേഷ്യോയുടെ ലിമിറ്റ്, അതായത് എച്ച് വളരെ ചെറുതായി മാറുമ്പോൾ ആ ലിമിറ്റിംഗ് കേസാണ് നമ്മൾ എഫ് ഡാഷ് എ എന്ന് പറയുന്നത്. ദർഫോർ ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയാം. അതായത് ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് ആണ് നമ്മൾ താഴെ ഇതിൻ്റെ റേഷ്യോയിൽ എടുത്തിട്ടുള്ളത്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആണ്. ഇനി എല്ലാ പോയിന്റിലും ഡൊമൈനിലുള്ള എല്ലാ എയിലും ഇതുപോലെ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ പറയുന്നത് ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ എന്ന് പറയും.
ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് എ എന്ന് പറയുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. നമ്മൾ ലിമിറ്റ് പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. അപ്പോഴും മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും കിട്ടണം, നമുക്ക് റൈറ്റ് ലിമിറ്റും ഒരേ വാല്യൂയിലേക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഈ ലിമിറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. ഇനി എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ എല്ലാ എയിലും, നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ എ ആണ് എടുത്തത്, ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും ഇതുപോലെ നമുക്ക് ലിമിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ എന്ത് പറയാം? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു പോയിന്റിലുള്ള ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സപ്പോസ് എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് എ ഈസ് എ പോയിന്റ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ. ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ ഈസ് ഡിഫൈൻഡ് ബൈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. ഇനി ഇതിനെയാണ് നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? എഫ് ഡാഷ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഒരു പോയിന്റിലുള്ള ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കൊന്ന് ചിത്രം വരച്ച് പറയാം. ഞാൻ എക്സ് ആക്സും വൈ ആക്സും ഇവിടെ വരച്ചിട്ടുണ്ട്. അതിലൊരു ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കാം, വെർട്ടിക്കൽ ലൈന് വൈ ആക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം, എക്സ് ഈക്വൽ ടു എ. ഇവിടെ അതിന് കുറച്ച് ഇൻക്രിമെൻറ്റ് കൊടുത്തിട്ട് എച്ച് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എ പ്ലസ് എച്ച് കിട്ടി. അപ്പോൾ ഇതാണ് ആ പോയിന്റ്, എ പ്ലസ് എച്ച് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഫംഗ്ഷന് എയിലുള്ള വാല്യൂ ആണ് എഫ് ഓഫ് എ. ഇതാണ് ആ വാല്യൂ. വൈ ആക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എഫ് ഓഫ് എ. ഇനി എ പ്ലസ് എച്ചിലുള്ള വാല്യൂ ഏതാണ്? എഫ് ഓഫ് എ പ്ലസ് എച്ച്. അത് ഇവിടെയാണ്, വൈ ആക്സിൽ ഇവിടെയാണ് വരുന്നത്, ഈ ക്യൂവിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കറിയാം പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരിക്കും? പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് എ ആയിരിക്കും, വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ ആയിരിക്കും അല്ലേ? നമുക്കറിയാം ഇതാണ് കോർഡിനേറ്റ്സ്. ഇനി ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്താ വരിക? ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എ പ്ലസ് എച്ച് ആയിരിക്കും എക്സ് കോർഡിനേറ്റ്, എഫ് ഓഫ് എ പ്ലസ് എച്ച് ആയിരിക്കും വൈ കോർഡിനേറ്റ്. ഇപ്പോൾ രണ്ട് പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞു, പിൻ്റെയും ക്യൂവിൻ്റെയും. ഇനി അപ്പോൾ നമ്മൾ പി ക്യൂ ഉപയോഗിച്ചിട്ട്, പിയും ക്യൂവും ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കുന്നെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ആ ലൈൻ സെഗ്മെൻ്റ് ഒന്ന് വരച്ച് നോക്കാം. പിയിലൂടെയും ക്യൂവിലൂടെയും ഞാനൊരു ലൈന് വരച്ചിട്ടുണ്ട്. ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? പി ക്യൂവിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ്, നമുക്ക് പി ക്യൂവിൻ്റെ സ്ലോപ്പ് നോക്കാം. സ്ലോപ്പ് ഓഫ് പി ക്യൂ, സ്ലോപ്പ് ഓഫ് പി ക്യൂ എന്തായിരിക്കും? പി ക്യൂവിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം, രണ്ട് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിയാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാം. എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. അപ്പോൾ എ പ്ലസ് എച്ച് മൈനസ് എ. അവിടെ എ മൈനസ് എ ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്നത് എന്താണ്? സ്ലോപ്പ് ഓഫ് പി ക്യൂ കിട്ടുന്നത് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്ന് കിട്ടും. ഈ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ സ്ലോപ്പ് ഓഫ് പി ക്യൂ ആണെങ്കിൽ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കാം. നമ്മൾ എച്ച് ടെൻസ് ടു 0 എന്ന് പറയുന്നുണ്ട് അല്ലേ? എച്ച് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ഈ എയും എ പ്ലസ് എച്ചും തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും. അതായത് എ പ്ലസ് എച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നർത്ഥം. എ പ്ലസ് എച്ച്, എച്ച് ടെൻസ് ടു 0 എന്ന് പറയും. എച്ച് 0യിലേക്ക് പോകുമ്പോൾ എ പ്ലസ് എച്ച് എയിലേക്ക് മൂവ് ചെയ്യും. എ പ്ലസ് എച്ച് എയിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ക്യൂ എന്തായി മാറും? പോയിൻ്റ് ക്യൂ ഈ കേവിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് എച്ച് 0ത്തിലേക്ക് പോകുമ്പം എവിടെ എത്തും? പിയിലെത്തും. അപ്പോൾ നമ്മുടെ ലൈൻ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ ലൈന് ക്യൂ കേവിലൂടെ മൂവ് ചെയ്യുമ്പോൾ ലൈന് മൂവ് ചെയ്യുന്നത്, ലൈനൊന്ന് ശ്രദ്ധിക്കുക, ലൈനൊന്ന് ഇങ്ങനെയാവും അല്ലേ? മൂവ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെയാവും. പിന്നെ ലൈന് കുറച്ചുകൂടി താഴോട്ടേക്ക് ക്യൂ വരുമ്പോൾ വീണ്ടും മൂവ് ചെയ്ത് ലൈൻ എങ്ങനെയായിട്ട് മാറും? ലൈന് നമ്മളുടെ പിയിലൂടെ പോകുന്ന ലൈനാണ്. ക്യൂ താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ച് ആ ലൈന് മൂവ് ചെയ്ത് അവസാനം ക്യൂ പിയിലേക്ക് എത്തുമ്പോൾ, എച്ച് 0ത്തിലേക്ക് എത്തുമ്പോൾ ക്യൂ എവിടെ എത്തും? ക്യൂ
എച്ച് പൂജ്യത്തിലേക്ക് എത്തുമ്പോൾ ക്യൂ ഇങ്ങനെ മൂവ് ചെയ്ത് എച്ച് എയിൽ സീറോയിലേക്ക് വരുമ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഒന്നായിട്ട് മാറും. അപ്പോൾ ക്യൂ ഇങ്ങനെ മൂവ് ചെയ്ത് പിയിലേക്ക് എത്തും. അപ്പോൾ ഈ ലൈനിന് എന്താ സംഭവിക്കുക? ഈ ലൈന് പിയിലൂടെ മാത്രം പോകുന്ന ഒരു ലൈനായിട്ട് മാറും. പിയിലൂടെ മാത്രം പോകുന്ന ഒരു ലൈൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. പിയിലൂടെ മാത്രം പോകുന്ന ഒരു ലൈന് ഇങ്ങനെ ഉണ്ടാവുക. ഇതാണ് പിയിലൂടെ മാത്രം പോകുന്ന ഒരു ലൈൻ. പിയിലൂടെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ലൈനിനെ നമ്മൾ എന്താ പറയുക? ഒരു കേർവിൻ്റെ ടാൻജൻറ്റ് എന്നാണ് പറയുക. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, തൊടുവര എന്ന് പറയും അല്ലേ? മലയാളത്തിൽ ടാൻജൻറ്റ് എന്ന് പറയും. ഒറ്റ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ലൈൻ എന്താ പറയുക? ടാൻജൻറ്റ്. അപ്പോൾ എച്ച് പൂജ്യത്തിലേക്ക് പോകുമ്പോൾ ക്യൂ പിയിലേക്ക് എത്തും. പിയിലേക്ക് എത്തുമ്പോൾ ഈ ലൈൻ എന്തായി മാറും? ടാൻജൻ്റായിട്ട് മാറും. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ വാല്യൂവിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഡെറിവേറ്റീവ്. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് ആണ് നമ്മൾ പറഞ്ഞ ഡെറിവേറ്റീവ് അല്ലേ? എഫ് ഡാഷ് എ എന്ന് ഡിഫൈൻ ചെയ്ത ഡെറിവേറ്റീവ്, ആ പോയിന്റിലുള്ള ഡെറിവേറ്റീവ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് അനുസരിച്ചിട്ട് ഇത് എച്ച് പി ക്യുവിൻ്റെ സ്ലോപ്പാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, ഈ റേഷ്യോ. അപ്പോൾ എച്ച് സീറോയിലേക്ക് പോകുമ്പോൾ പി ക്യു ആരായിട്ട് മാറും? ടാൻജൻ്റായിട്ട് മാറും. അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും? ടാൻജൻറ്റിൻ്റെ സ്ലോപ്പായിട്ട് മാറും. അപ്പോൾ ഡെറിവേറ്റീവ് അറ്റ് എ പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റായിട്ട് മാറും. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഏത് പോയിന്റിലെ ടാൻജൻറ്റ്? അറ്റ് എക്സ് ഈക്വൽ ടു എ. എക്സ് ഈക്വൽ ടു എയിലുള്ള സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ആയിരിക്കും നമ്മുടെ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്. ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട കാരണം നമ്മൾ ഈ ടോപ്പിക്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് ഇയറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജോമെട്രിയിൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണിത്. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് അറ്റ് എ പോയിൻ്റ് ആണെന്നുള്ള കാര്യം. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മനസ്സിലാക്കുക. ഇതിന് നോട്ട്സിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ടിലേക്ക് എഴുതാം. Derivative of f of x at a point x equal to a is the slope of the tangent at x equal to a. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരു പോയിന്റിലുള്ള ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ നമ്മളെങ്ങനെ പറയാൻ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എല്ലാ പോയിന്റിലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ എക്സ് എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഡെറിവേറ്റീവിനെ എങ്ങനെ പറയാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്ക് പകരം നമ്മൾ എക്സ് എടുക്കുന്നു. കാരണം എല്ലാ പോയിന്റിലും എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന എല്ലാ പോയിന്റിലും നമുക്ക് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോമൺ പോയിന്റ്, ജനറൽ ആയിട്ടുള്ള പോയിന്റിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് വെറെവർ ദി ലിമിറ്റ് എക്സിറ്റ്സ് ഈസ് ഡിഫൈൻഡ് ടു ബി ദി ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഏതാണ്? വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇനി ഈ ഡെറിവേറ്റീവിനെ എങ്ങനെയൊക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എഫ് ഡാഷ് എക്സ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പോയിന്റിൽ എഫ് ഡാഷ് എ ആയിരുന്നു. ഇത് ജനറലി നമ്മൾ പറയുന്നതുകൊണ്ട് നമുക്കതിനെ എഫ് ഡാഷ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ആണ്. അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുത്തതുകൊണ്ട് നമുക്കതിനെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് ഇത് വായിക്കേണ്ടത്. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ്. ഇത് നമുക്ക് വളരെ ഷോർട്ടാക്കിയിട്ട് എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ഇത് ഡെഫിനിഷൻ നമ്മൾ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാം. നോട്ടിലേക്ക് നിങ്ങൾക്ക് ഡെഫിനിഷൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ടിലേക്ക് എഴുതാം. ഇനി നമ്മൾ ആ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഈ രണ്ട് ഡെഫിനിഷനാണ് നമ്മൾ ഈ ഭാഗത്ത് കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ ഈ ഒരു ഡെഫിനിഷൻ നമുക്കൊരു പ്രത്യേക പേരിട്ട് വിളിക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്സ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഡെഫിനിഷൻ, നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. ഈ ഒരു ഡെഫിനിഷനെ പറയുന്ന പേരാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ഒരു ഡെഫിനിഷൻ ഉപയോഗിച്ച് നമ്മൾ
ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പോൾ ആ മെത്തേഡാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്സ്. ഇനി നമുക്ക് ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ചില റൂൾസിനെ പരിചയപ്പെടാം. അതിലൊന്നാമത്തെ റൂള് d/dx ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻ്റെ സമ്മായിട്ട് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മളതിന് ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും. ആദ്യത്തതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ആഡ് ചെയ്യാം. സെപ്പറേറ്റ് കണ്ടിട്ട് ആഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ റൂള് ഡിഫറൻസ് ആണെങ്കിലോ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണെങ്കിലും ഡെറിവേറ്റീവ് കാണുമ്പോൾ d/dx ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് d/dx ഓഫ് ജി ഓഫ് എക്സ്. ഇനി പ്രൊഡക്റ്റ് റൂള് നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് റൂളിൽ d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിനെ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു d/dx ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു d/dx ഓഫ് എഫ് ഓഫ് എക്സ്. ആദ്യത്തെ രണ്ട് റൂളിനും പ്രത്യേകിച്ചൊരു പേരൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, വളരെ സിമ്പിളാണത്. ഈ മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക തന്നെ വേണം. നമ്മൾ ലിമിറ്റ്സിലൊക്കെ പറയുന്ന പോലെ സിമ്പിളായിട്ട് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നില്ല, പ്രത്യേക രീതിയിലാണ് കാണുന്നത്. അതാണ് പ്രൊഡക്റ്റ് റൂള്. എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ അതേപോലെ വെക്കുക, രണ്ടാമത്തതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ അതേപോലെ വെക്കുന്നു, ഒന്നാമത്തതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് പ്രൊഡക്റ്റ് റൂള്. ഇതൊക്കെ നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് ഉറപ്പിച്ച് പഠിക്കും. അപ്പോൾ ആദ്യം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കൊരു റൂളും കൂടിയുണ്ട്, അതാണ് കോഷ്യൻ്റ് റൂൾ. എന്താണ് കോഷ്യൻ്റ് റൂൾ നോക്കാം. d/dx ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. അതായത് കോഷ്യൻ്റ് ഫോമിൽ ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററിലും ഓരോരോ ഫംഗ്ഷനായിട്ട് വന്നാൽ നമ്മൾ എങ്ങനെ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷനെ അതേപോലെ എഴുതുന്നു, ജി ഓഫ് എക്സ് ഇൻറ്റു d/dx ഓഫ് എഫ് ഓഫ് എക്സ്, ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, മൈനസ് ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ്റെ സ്ക്വയർ. ഇതാണ് കോഷ്യൻ്റ് റൂൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ്റ് റൂളാണെന്ന് കുറച്ച് ഓർത്ത് വെക്കേണ്ട ഒരു രണ്ട് റൂള്, കൃത്യമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുമാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു എളുപ്പ വഴിയിൽ ഓർത്ത് വെക്കാം. എങ്ങനെ ഓർത്ത് വെക്കാം? നമ്മൾ എഫ് ഓഫ് എക്സിനെ യു എന്ന് വിളിക്കാം, ജി ഓഫ് എക്സിനെ വി എന്ന് വിളിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് റൂളിനെ നമുക്ക് എങ്ങനെ പറയാം? അതായത് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ യുവും വിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ളതിൻ്റെ ഡെറിവേറ്റീവ് യു വി ഓൾ ഡാഷ് ഈക്വൽ ടു യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. നമുക്ക് പറയാൻ എളുപ്പമാണ്, ഓർത്ത് വെക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി, യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. ഇനി യു ബൈ വി കോഷ്യൻ്റ് റൂളിലാകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിലുള്ളതാണ് വി. ഇപ്പോൾ വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. അപ്പോൾ കോഷ്യൻ്റ് റൂളും പ്രൊഡക്റ്റ് റൂളിനും ഈ രീതിയിൽ നിങ്ങൾ ഓർത്ത് വെച്ചാലും മതി. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റൂൾസൊക്കെ തന്നെ. ഈ രണ്ട് റൂൾ പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എത്ര കാലം മാത്സ് പഠിക്കുന്നു അവിടെയൊക്കെ തന്നെ ഈ ഡെറിവേറ്റീവ് വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലംസ് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം.